യെസ്, നവമിയിലേക്ക് വരാം. ഇപ്പോൾ AK ആൻ്റണി അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. മുൻ കേന്ദ്രമന്ത്രി, സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി AK ആൻ്റണി. അദ്ദേഹം പതിവ് പോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പം MMSനും കുടുംബവും, ഇതാണ് പതിവ് രീതി. അത് ഇത്തവണയും നടക്കുന്നു. അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. പൂജപ്പുരയിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹവും മകനും ഭാര്യയും എലിസബത്തും ഒപ്പമുണ്ട്. ഒപ്പം തന്നെ MMSനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഒപ്പമുണ്ട്. ഇതാ ബൂത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. AK ആൻ്റണി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തും. AK ആൻ്റണി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട് AK ആൻ്റണിക്ക്. എങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട്. കുറേ നാളുകളായി UDFന് ഉപദേശവും സുപ്രധാന ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ എടുക്കുന്നതിൽ മുൻനിരയിലുണ്ട് AK ആൻ്റണി. AK ആൻ്റണി ഇത് ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. AK ആൻ്റണി അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിൽ. ക്യാമറ അവിടെ പുറത്ത് ആ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ ഇറങ്ങി ഒന്നല്ലേ. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യാനെത്തുകയാണ്. അമ്മ അടക്കം കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കമുള്ളവരൊപ്പമുണ്ട്. അവർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുകയാണ്. പുതുപ്പള്ളി ജോർജിയൻ സ്കൂളിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ചാണ്ടി ഉമ്മൻ ജോർജിയൻ പബ്ലിക് സ്കൂൾ പുതുപ്പള്ളിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ജി ശ്രീജിത്ത് ഒപ്പമുണ്ട്. ശ്രീജിത്ത്, പതിവ് പോലെ ചാണ്ടി ഉമ്മൻ അമ്മയുണ്ടൊപ്പം സഹോദരിയുണ്ട്. ജോർജിയൻ പബ്ലിക് സ്കൂളിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ പോളിംഗ് ബൂത്തിൽ? തിരക്കുണ്ടോ? സജിത്ത്, തിരക്കില്ല. ഇപ്പോൾ അവർക്ക് നേരിട്ട് തന്നെ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാണ്ടി ഉമ്മനും അമ്മയും ഒപ്പം തന്നെ മറിയ ഉമ്മനും, സഹോദരി മറിയ ഉമ്മനുമാണ് ഉള്ളത്. അച്ചൂമ്മനും സ്ഥലത്തുണ്ട്. അച്ചൂമ്മൻ വൈകാതെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ 140 നമ്പർ ബൂത്തിലേക്ക് എത്തി അവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തിരക്കുമില്ല, ഒരാൾ പോലും ക്യൂവിലില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉള്ള ഒരു കാര്യം. എന്തായാലും വോട്ട് ചെയ്യാനായി അവർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പൊതുവെ പുതുപ്പള്ളിയിൽ ഏതാണ്ട് 9:30 വരെയുള്ള കണക്ക് പ്രകാരം 17% വോട്ടാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും വലിയ തിരക്ക് തന്നെ ഇല്ല. ഈ മണിക്കൂറിൽ ഈ ബൂത്തിൽ വലിയ തിരക്കില്ല എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയം ജില്ലയിലും അത്യാവശ്യം നല്ല തിരക്ക് പലയിടത്തുമുണ്ട്. ഏതാണ്ട് 17%-ലധികം വോട്ടുകൾ ഇതിനകം തന്നെ 9:30 വരെയുള്ള കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മനും കുടുംബവും സഹോദരി മറിയ ഉമ്മൻ ഉൾപ്പെടെയുള്ളവരും ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. സജിത്ത്. ഓക്കെ ശ്രീജിത്ത്, ഈ ഇത്തവണ പ്രചരണം കൊണ്ട് വ്യത്യസ്തമായൊരു മണ്ഡലമാണ് പുതുപ്പള്ളി. പോസ്റ്ററും ബാനറുകളും ഒക്കെ പരമാവധി ഒഴിവാക്കി സൈക്കിളിലൊക്കെ പ്രചരണം നടത്തിയ വ്യത്യസ്തമായ മണ്ഡലം. പലരും മറ്റു രാഷ്ട്രീയ ചേരിയിലുള്ളവർ പോലും ചാണ്ടി ഉമ്മൻ്റെ ആ ശൈലിയെ അനുകരിച്ചിട്ടുമുണ്ട്. അവിടുത്തെ ഒരു മത്സര ചിത്രം എത്രയാണ്? കഴിഞ്ഞ ബൈ-ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം ജയിച്ച് പിതാവിൻ്റെ പിൻഗാമിയായി വന്നയാളാണ് ചാണ്ടി ഉമ്മൻ. ഇത്തവണ പുതുപ്പള്ളി ആ ഒരു മത്സര ചിത്രത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ?
സജിത്ത്, ഇത്തവണ ചാണ്ടിയുമ്മൻ പല വ്യത്യസ്തതകളുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാതെ, ഫ്ലക്സ് ഒട്ടിക്കാതെ ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയത്. ഒപ്പം തന്നെ സൈക്കിളിലെത്തി പ്രചരണം നടത്തുന്നു എന്നുള്ളതൊക്കെ സംസ്ഥാനത്താകെ പലരും അനുകരണീയമായ മാതൃക എന്ന നിലയിൽ വിലയിരുത്തിയ, ചൂണ്ടിക്കാട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പല്ല, ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പോരാട്ടം ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. KM രാധാകൃഷ്ണൻ ഇപ്പുറത്ത് ചാണ്ടിയുമ്മനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് തന്നെ ഭവന പദ്ധതി, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മരണ വിറ്റാണ് ചാണ്ടിയുമ്മൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്നതടക്കമുള്ള നേരിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നടത്തിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. ചാണ്ടി അതിന് മറുപടിയും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഇതിലും വലുതായിരുന്നു സോളാർ പോലെയുള്ള വിഷയം ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നത് എന്നതടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ സാധാരണ പല മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നേരിട്ട് ആക്രമിക്കുകയോ സ്ഥാനാർത്ഥിയുടെ പേരിൽ അങ്ങനെ നേരിട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്യുന്ന സ്ഥിതി കേരളത്തിൽ കാണാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഈ CPM-നെ സംബന്ധിച്ച് അങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൂടിയാണ് ഫലത്തിൽ നേരിട്ടൊരു രാഷ്ട്രീയ ആക്രമണം നടത്തുന്നു. BJP-യും രവീന്ദ്രൻ വാകത്താനം എന്ന സ്ഥാനാർത്ഥിയിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു. എന്തായാലും പുതുപ്പള്ളി കഴിഞ്ഞ തവണ 37,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ വിജയിച്ചത്. ഇത്തവണ അത്രത്തോളം ഭൂരിപക്ഷം കിട്ടും എന്നൊരു പ്രതീക്ഷ ചാണ്ടിക്ക് പോലും ഇല്ല. കാരണം SIR-ലൂടെ ഒരുപാട് വോട്ടുകൾ നഷ്ടമായി എന്നൊക്കെയുള്ള കാര്യം പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി വികാരം നിലനിന്നൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ചാണ്ടി വ്യക്തിപരമായി ഒരുപാട് ഇടങ്ങളിലേക്ക് സ്വന്തം ഇടം അടയാളപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം എത്ര എന്നതായിരിക്കും UDF ക്യാമ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചാ വിഷയം. ഇപ്പുറത്തെ LDF-ഉം പരമാവധി ഭൂരിപക്ഷം, ഉമ്മൻചാണ്ടി ഏറ്റവും അവസാനം മത്സരിച്ചപ്പോൾ 10,000-ൽ താഴേക്ക് ഭൂരിപക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്ക്. ഈ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പേര് തങ്ങൾക്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ഉമ്മൻചാണ്ടി വികാരമില്ല എന്നതുകൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും പുതുപ്പള്ളി മണ്ഡലത്തിൽ ജയമാർക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള ഏറെ ഏറ്റക്കുറച്ചിലുകളായിരിക്കും രാഷ്ട്രീയ ചർച്ചയായി മാറുക. സജിത്ത്, അതാണ് പുതുപ്പള്ളിയുടെ സാഹചര്യം. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് പോര് നടക്കുന്ന ഇടമായി പുതുപ്പള്ളി മാറുന്നു എന്നതാണ്. എന്തായാലും ചാണ്ടിയുമ്മൻ്റെ പ്രതികരണം വരുമോ എന്ന കാര്യം കൂടി നോക്കാം. ശ്രീജിത്ത് അതിനും ശ്രമിക്കുന്നുണ്ട്. ചാണ്ടിയുമ്മൻ എന്തു പറയുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. ചാണ്ടിയുമ്മനും സഹോദരി, നേരത്തെ ചാണ്ടിയുമ്മൻ്റെ സഹോദരിക്കും സ്ഥാനാർത്ഥിത്വം അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ ചില വാർത്തകളൊക്കെ ഉയർന്നതാണ്. അതിനപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം, അതായിരുന്നു എന്നതാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പത്നി വ്യക്തമാക്കിയ കാര്യം. ഇപ്പോൾ ചാണ്ടിയുമ്മൻ അമ്മയ്ക്കൊപ്പം വോട്ട് ചെയ്ത് ജോർജിയൻ പബ്ലിക് സ്കൂളിൽ നിന്നും പുതുപ്പള്ളിയിൽ നിന്നും മടങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.